അതുകൊണ്ട് രക്ഷാപ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ടും തന്നെ കേന്ദ്ര ഏജൻസികളാണ് ചെയ്യുന്നത്. കോർഡിനേറ്റ് ചെയ്യുന്നത് സംസ്ഥാന സർക്കാരാണ്. സംസ്ഥാന സർക്കാരിൻ്റെ പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സ് പിന്നെ മെഡിക്കൽ ടീമൊക്കെ വളരെ സജീവമായിട്ട് രംഗത്തുണ്ട്. കേന്ദ്രത്തിൽ നിന്ന് എയർഫോഴ്സ് ഉണ്ട്, ആർമി ഉണ്ട്, നേവിയുടെ ഹെലികോപ്റ്റർ ഉണ്ട്, അതുപോലെ തന്നെ NDRF ഉണ്ട്. എല്ലാവരും കൂടെ യോജിച്ച് അതിവേഗം തന്നെ ഈ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രക്ഷിക്കാൻ കണ്ടെത്തിയവരെല്ലാം രക്ഷിച്ചു. കുടുങ്ങിയവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം റോഡ് തകർന്നതുകൊണ്ട് പല സ്ഥലങ്ങളിലേക്ക് അവർക്ക് യാത്രാ സൗകര്യം ഇല്ലാത്തതുകൊണ്ടും ഉരുൾപൊട്ടലിനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ടും അവിടെ അത് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട് ഭക്ഷണവും വെള്ളമൊക്കെ. ബാക്കിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ദ്രുതഗതിയിൽ നടക്കുകയാണ്. ഡെയിലി ബ്രിഡ്ജ് തീരുന്നതോടുകൂടി ഏതാണ്ട് 90% ആ രീതിയിലുള്ള കാര്യങ്ങൾ തീരും. കാരണം പിന്നെ അവിടെ ബോഡി റിക്കവർ ചെയ്യാനുണ്ടെങ്കിൽ പെട്ടെന്ന് നടക്കും. അതുകൊണ്ട് ഇന്നുകൊണ്ട് തന്നെ ഏതാണ്ട് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പൂർത്തിയായി. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗങ്ങളും ഉദ്യോഗസ്ഥരുടെ യോഗമെല്ലാം തന്നെ ചേരുന്നുണ്ട്. ഈ കണക്കുകളെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. അല്ല, അത് നമുക്ക് കിട്ടുന്ന അനുസരിച്ചല്ലേ പറയാൻ പറ്റുള്ളൂ. ബോഡികൾ റിക്കവർ ചെയ്യുന്ന അനുസരിച്ച്, ആൾക്കാരെ കണ്ടെത്തുന്ന അനുസരിച്ച് അങ്ങനെയുള്ള കണക്കുകളാണ്. സംസ്ഥാന സർക്കാരിൻ്റെയാണ്, കേന്ദ്രത്തിൻ്റെ യൂറിസ്ട്രിക്ഷൻ അല്ലത്. അപ്പോൾ അവർ പറയുന്ന ഡേറ്റയാണ് സാധാരണ. അതിൽ മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ ഈ പറയുന്ന പ്രദേശങ്ങളെല്ലാം ഈ ദുരന്ത നിവാരണ അതോറിറ്റി ഹോട്ട്സ്പോട്ടുകളായി പ്രഖ്യാപിച്ച കേന്ദ്രങ്ങളാണ്. പക്ഷെ ആദ്യം ഒരു മുന്നറിയിപ്പ് ലഭിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ദുരന്തത്തിന്റെ ആഘാതം കുറയ്ക്കാമായിരുന്നു എന്ന ഒരു ആരോപണത്തിനോടകം തന്നെ ഉയരുന്നുണ്ട്. അല്ല, ഇത് സംഭവിച്ചു കഴിഞ്ഞ് അതിൻ്റെ തുടർ നടപടികൾ അങ്ങനെയുള്ളതിന് മാത്രമാണ് എന്നെ വിട്ടിരിക്കുന്നത്. പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം സുരേന്ദ്രനെ പോലെയുള്ളവർ അത് പ്രതികരിക്കും.